ലിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തില് യാക്കോബസ്ലിയ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. പിശാചിനെ എങ്ങനെ ചെറുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ യാക്കോബസ്ലിയ പറയുകയാണ്, നിങ്ങൾ പരമാവധി പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കണം, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട രണ്ട് മേഖലകളെ പറ്റി ഈ യാക്കോബസ്ലിയ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പിശാചിനെ എതിർക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി അവനോട് ചെറുത്ത് നിൽക്കണം എന്ന് പറയുകയാണ്. നിങ്ങൾ പിശാചിനോട് ചെറുത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്? നമ്മൾ ചെറുത്ത് നിൽക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത് അധിക സമയം ഉണ്ടാവുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു ചെറിയ ചെറുത്ത് നിൽപ്പൊക്കെ നടത്തും, പിന്നീട് നമ്മൾ തന്നെ കീഴടങ്ങും എന്നുള്ളതാണ്. യാക്കോബസ്ലിയ നമ്മൾ ഓർമ്മിക്കുകയാണ്, നിങ്ങൾ പരമാവധി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് അകന്നു മാറിക്കൊള്ളും. പക്ഷെ അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഈ ദൈവ സാന്നിധ്യം കാണുമ്പോഴാണ് പിശാച് നിങ്ങളിൽ നിന്നും ഓടി അകന്നു മാറും. അല്ലാതെ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചുകൊണ്ട് പിശാചിനെ നമ്മളിൽ നിന്നും അകറ്റി കളയാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് യാക്കോബസ്ലിയ ക്ലിയർ ആയിട്ട് പറയുകയാണ്, പിശാചിനോട് ചേർത്ത് നിൽക്കണം, അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. അതേസമയം തന്നെ ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ആക്രമിക്കാനായിട്ട്, നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഒരു പിശാചും ധൈര്യപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ലേഖനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തെ നമ്മോട് ചേർന്ന് നിൽക്കാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിശാച് ആ സമയത്ത് ഓടി അകന്നുകൊള്ളും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.